പള്ളി പരിപാലനൊക്കെ ഇന്ന് ഭരണമായി മാറി. പള്ളി പരിപാലനൊക്കെ മാറി ഇന്ന് ഭരണമായി മാറി. എവിടെ ചെന്നാലും ഇമാമിന്റെ ഫോൺ നമ്പരൊന്നും കാണൂല. സെക്രട്ടറി, പ്രസിഡന്റ് സർവ്വതിന്റെയും പേരും ഫോൺ നമ്പറിൽ എഴുതി വെച്ചേക്കും. ഇവിടെ പണ്ടത്തെ ആൾക്കാർക്ക് പള്ളി പരിപാലിക്കാൻ പറഞ്ഞാൽ അവർക്ക് പേടി. നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, ഇന്ന് പൈസ കൊടുത്തിട്ട് ഇലക്ഷൻ നടത്തുന്ന കാലം, വോട്ട് പിടിക്കുന്ന കാലം. നിങ്ങൾ ചിന്തിച്ചു നോക്കിയ, പണ്ടുള്ള പ്രായമുള്ള ആൾക്കാര് പള്ളിപ്പറമ്പിൽ കയറുമ്പോ ചെരുപ്പ് കൈ പിടിക്കും. അവര് ചെരുപ്പൂരി കൈ പിടിച്ചിട്ടാ പള്ളി കയറുക. ചിലരിറങ്ങിപ്പോകുന്ന സമയത്ത് ചെരുപ്പ് ഇങ്ങനെ മതിലിന്റെ ഗേറ്റിന്റെ അവിടെ ഇങ്ങനെ തട്ടും, എന്നിട്ട് ഇറങ്ങിപ്പോവാ. എന്തെന്ന് വെച്ചാ പറയും, പള്ളിയിലെ മണ്ണ് ചെരുപ്പിനടിയിൽ പറ്റിയിട്ട് അതെടുത്തുകൊണ്ട് പുറത്തിട്ട അള്ളാഹു എങ്ങാനും ചോദിക്കുമോ എന്ന് പേടിച്ചിട്ട് പള്ളി വരുമ്പോ ചെരുപ്പ് പോലും ധരിക്കാത്ത കാരണവന്മാരുണ്ടായിരുന്നു. ഇന്ന് പള്ളിയുടെ ബാത്റൂമിന്റെ മുമ്പിൽ കിടക്കുന്ന ചെരുപ്പിന്റെ മൂക്ക് വരെ വെട്ടിയിട്ടിരിക്കുക, അടിച്ചുകൊണ്ട് പോകാതിരിക്കാൻ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. പള്ളിയുടെ ബാത്റൂമിൽ എന്തിനാ ഇപ്പൊ വെട്ടിയിടുന്നത്? പള്ളി അത് എല്ലാവർക്കും അറിയണ കാര്യം. എന്റെ പ്രസിഡന്റ്, ഇവിടെ മൂത്രപ്പേരയുടെ മുമ്പിൽ കിടക്കുന്ന ചെരുപ്പ് അതെല്ലാവർക്കും അറിയാം. എന്തിനാണ് അതിന്റെ മൂക്ക് വെട്ടണമെന്നറിയില്ല. ഈ ബാത്റൂമിൽ ഇട്ടിരിക്കുന്നത് ചങ്ങലയിലാണ് കിട്ടിയിരിക്കണ കപ്പ, എന്തിനാന്നറിയില്ല. ഇത് നമ്മൾ ചിരിക്കാൻ പറഞ്ഞല്ലോ. ഒന്ന് ചിന്തിച്ചു നോക്കി എന്തേന്ന്. ഇവിടെ വെള്ളിയാഴ്ച പള്ളി വന്നിട്ട് ഇറങ്ങിപ്പോകുമ്പോ വാപ്പ തിരയ, ചെരുപ്പ് കാണുന്നില്ല. അത് പോയി കൊണ്ടുപോകണ്ടവൻ പോയി. സുബ്ഹാനല്ലാഹ്, അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ഇതാ അവസ്ഥയെന്നറിയോ, വല്ലാത്തൊരവസ്ഥയിടോ. ഇന്നൊന്നും മാറുന്നില്ല. പ്രസിഡന്റ്, സെക്രട്ടറിയും കമ്മിറ്റിക്കാരായി കഴിഞ്ഞാൽ ഇൽമു പഠിച്ച ആലിമ ഉസ്താദിന്റെ റൂം ഇങ്ങോട്ട് പോകണം കമ്മിറ്റിക്കാരുടെ അവസ്ഥയിലേക്ക്. ഇതാ അവസ്ഥ. അള്ളാഹു ഇവിടുത്തെ മഹല്ല് കമ്മിറ്റി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നാടുമായിട്ടും അൽഹംദുലില്ലാ നല്ല ദീനീ ബോധമുള്ളൊരു നാടാ. അള്ളാഹു ഇതിനാവശ്യമൊന്നുമില്ല, ഇങ്ങനെ തന്നെ പോകണം. അൽഹംദുലില്ലാ. ആർക്കാണോ പ്രസിഡന്റ്, പിന്നെ ഈ സത്യം പറഞ്ഞ ഈ പ്രസിഡന്റും സെക്രട്ടറിയും ഒന്നും ആകാൻ പാടില്ലടോ. ഇവരോടല്ലേ ഞാൻ പറയണത്, നിങ്ങളോട്. നിങ്ങളൊന്നും മത്സരിക്കാനൊന്നും നിൽക്കരുത്. ഞാൻ നിങ്ങളോട് പറയുന്നത്, ഖുർആനിലെ ഒരായത്തിന്റെ അർത്ഥം അറിഞ്ഞാൽ പിന്നെ ആരും ഈ പണിക്ക് പോവില്ല. അള്ളാന്റെ വിശുദ്ധമായ ഖുർആനിലെ ഒരായത്തിന്റെ അർത്ഥം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പ്രസിഡന്റും സെക്രട്ടറിയും ഒന്നും ആരും ആവൂല. അവനവന്റെ കാര്യം നോക്കി നടക്കും. ഞാൻ ആ ആയത്ത് പറഞ്ഞു തരുന്നില്ല. ഈ ചങ്ങായിമാര് രാജിവെച്ചാലോ, അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഞാൻ പറഞ്ഞ അവസ്ഥാനടി വെച്ചാൽ മതി. ഖുർആനിലെ ഒരായത്തിന്റെ അർത്ഥം മനസ്സിലാക്കിയ പിന്നെ നമ്മളതിന് നിൽക്കൂല. അത്രയ്ക്കും ഭയക്കേണ്ട ഒരു കാര്യമാണ് പള്ളി. അൽഹംദുലില്ലാ, അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു രാജ്യം ഭരിക്കുമ്പോ, ഉമർ തങ്ങൾ രാജ്യം ഭരിക്കണ കാലത്ത് ഒരാള് റൂമിൽ കയറി വന്നു. ഉമർ തങ്ങളുടെ റൂമിലേക്ക് ഒരാൾ കയറി വന്നു, കുടുംബക്കാരൻ കയറി വന്നു. ഇറങ്ങിപ്പോണേ ഇല്ല. ഈ ചങ്ങാതി ഇങ്ങനെ ഇരുന്ന് കഥ പറയുക. ഇപ്പൊ പോകേണ്ട സമയം കഴിഞ്ഞിട്ട് ഇയാൾ പോകാതെ ഇങ്ങനെ ഇരുന്ന് കാര്യം സംസാരിച്ചുകൊണ്ടിരുന്നപ്പോ ഉമർ തങ്ങൾ പതുക്കെ വിളക്കം അണച്ചു വെച്ചു. കത്തിച്ചു വെച്ചിരുന്ന വിളക്കണച്ചു. ഇയാൾ അങ്ങോട്ട് വൈലന്റായി. ഇയാൾ ഉമർ തങ്ങളുടെ നേരെ കിടന്ന് ചാട്, എന്തിനാ വിളക്കണച്ച നീ? കുടുംബക്കാരനെ ഉമർ തങ്ങൾ അങ്ങോട്ട് കയറി കയർക്ക, നീ തന്നെ നാണം കെടുത്തിയതാ, കളിയാക്കുന്നോ? ഉമർ തങ്ങൾ കുറെ കഴിഞ്ഞപ്പോ പറഞ്ഞു, ചങ്ങാതി ഇതെന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന എണ്ണയല്ല, ഇത് ബൈത്തുൽ മാലിലെ പൈസ കൊടുത്ത് വാങ്ങിച്ച എണ്ണയാ. നീ എൻ്റെ അടുത്ത് കുടുംബകാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഇത് കത്തിച്ചു വെച്ചാൽ ചിലപ്പോൾ അള്ളാന്റെ മുമ്പിൽ കണക്ക് പറയേണ്ടി വരുന്നു. ഇത്രത്തോളം പേടിക്കണം സഹോദര. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ മത്സരിക്കുന്ന ആവശ്യമില്ലാത്ത കാര്യത്തിനാ